14 വർഷമായിട്ട് മൈഗ്രെയിൻ ചികിത്സിച്ചിട്ടും മാറാതിരുന്ന ഒരു ലേഡി, ഒരു വീട്ടമ്മ കാസർഗോഡ് ബലിയടുക്ക പഞ്ചായത്തിൽ നിന്നും നമ്മുടെ ആശുപത്രിയിലേക്ക് വരികയുണ്ടായി. ആ സ്ത്രീയുടെ അനുഭവം എന്ന് പറയുന്നത്, അവർ മംഗലാപുരത്ത് ഒരു പ്രശസ്തമായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ പോവുകയും അവരവിടെ അഡ്മിറ്റ് ചെയ്തും മറ്റും ചികിത്സിക്കുകയും മറ്റും ചെയ്തപ്പോൾ എടുത്ത MRI റിപ്പോർട്ട് ഞാൻ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, ബൈലാറ്ററൽ ഇൻഫീരിയർ ടെർമിനേറ്റ് ഹൈപ്പർട്രോഫി, ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം MRI റിപ്പോർട്ടിലും മറ്റും കണ്ടിട്ടും അവരെ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗമായിട്ടാണ് ഡയഗ്നോസ് ചെയ്യപ്പെട്ടതും. അതോടൊപ്പം തന്നെ മൈഗ്രെയിൻ്റെ വേദന സംഹാരികളോടൊപ്പം തന്നെ ഡിപ്രഷനുള്ള മരുന്നുകളും എപ്പിലെപ്സി വരാതിരിക്കാനുള്ള മരുന്നുകളും ഒപ്പം ഉറക്കത്തിനുള്ള ഗുളികകളും മറ്റുമാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഏറെക്കാലം ഈ മരുന്നുകളും മറ്റും പല ഡോക്ടർമാരും നിർദ്ദേശിച്ചിട്ടും കഴിച്ചിട്ടും ഇവർക്ക് ഭേദം കിട്ടാതെയാണ് ഞങ്ങളുടെ അടുത്ത ചികിത്സയിലേക്ക് വരുന്നത്. ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് മൈഗ്രെയിൻ എന്ന് പറയുന്ന രോഗത്തിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള മറ്റൊരു രോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങളുടെ വിശദമായിട്ടുള്ള ഹിസ്റ്ററി ടേക്കിങ്ങിലൂടെയും ശാരീരിക പരിശോധനകൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തപ്പോൾ അവർ പഴയ MRI റിപ്പോർട്ട് വീട്ടിൽ നിന്നും അയച്ചു തരികയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഈ ഡയഗ്നോസിസ് റിപ്പോർട്ട് കണ്ടിട്ട്, അതായത് അവരുടെ MRI റിപ്പോർട്ട് കണ്ടിട്ട് ഗൂഗിൾ ചെയ്യുകയും യൂട്യൂബിലും മറ്റും പോയി അന്വേഷിച്ചതിന് ശേഷം അമ്മയ്ക്ക് മൈഗ്രെയിൻ അല്ല അസുഖമെന്നും ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗമാണെന്നും 8ാം ക്ലാസ്സിലുള്ള മകൻ പറഞ്ഞുവെന്ന് ഈ അമ്മ നമ്മളോട് പറയുകയുണ്ടായി. അടുത്ത നമ്മുടെ പരിശോധനയ്ക്കായിട്ട് ഈ ന്യൂറോളജിസ്റ്റ് അടുത്ത് ഈ കുട്ടിയും അമ്മയും കൂടെ ചെന്നപ്പോൾ ആ ഡോക്ടറോട് ഈ കാര്യം ചോദിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാനാണ് ഡോക്ടർ, അതോ ഈ 8ാം ക്ലാസ്സുകാരനായ കുട്ടിയാണോ ഡോക്ടർ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള പല അനുഭവങ്ങളും പല ബഹുമാനപ്പെട്ട ഡോക്ടർമാരുടെ അടുത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളും തലവേദനകളും മറ്റും എത്ര വർഷങ്ങളായതുമാണെങ്കിലും ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കേട്ടുകേൾവിയുള്ള ഡോക്ടറെ അടുത്തേക്ക് പോകാതെ നിങ്ങളെ കേൾക്കുകയും നിങ്ങളെ വിശദമായിട്ട് മനസ്സിലാക്കുകയും നിങ്ങളെ പരിശോധിക്കുകയും ചെയ്യുന്ന, രോഗലക്ഷണങ്ങൾ അറിഞ്ഞ് നിങ്ങളുടെ രോഗത്തിന് കൃത്യമായിട്ട് ഡയഗ്നോസിസ് തരുന്ന ഒരു ഡോക്ടറെ തന്നെ കണ്ടെത്തുവാനായിട്ടും ആ ഡോക്ടറെ അടുത്ത് ചികിത്സ എടുക്കുവാനായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇത്തരത്തിൽ മൈഗ്രെയിൻ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.